കഴിഞ്ഞ 9 വർഷമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പവർ കട്ട് കണ്ടോ? നമ്മൾ കറണ്ട് പോവുക, വരിക എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ? ഈ കഴിഞ്ഞ എല്ലാവരും പറയുന്നത് പോലെ തന്നെ എന്താണ് 9 വയസ്സായ ഒരു കുട്ടീനോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ലാത്ത അവസ്ഥയിലേക്ക് ലോഡ് കൊണ്ട് ഷെഡിങ് കേരളത്തിൽ അറിയില്ല, അവർക്ക് പവർ കട്ട്. എന്താണെന്നൊക്കെ അറിയില്ല. കാരണം പവർ കട്ടിൻ്റെ സംവിധാനം ഇല്ലാതായി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിൻ്റെ കയ്യിൽ 2016 കിട്ടുന്നത് എന്താ അറിയോ? ശൂന്യമായിട്ടുള്ള ഒരു പിന്നെന്താണ് എന്താ പറയുക, ഒരു എന്തിനു പറയുക, ഖജനാവ്. ഖജനാവാണ്. ആ ശൂന്യമായ ഖജനാവിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ 600 രൂപ പെൻഷൻ കൊടുത്ത് 1600 രൂപ പെൻഷൻ കൊടുത്തിട്ട് സർക്കാർ കൊണ്ടു നടക്കുന്നില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നില്ലേ? 5.25 ലക്ഷമാണ് ലൈഫ് മിഷൻ വീട്. അത് മാത്രമല്ല, നിങ്ങൾ എവിടെയെങ്കിലും അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പട്ടിണി മരണം ഈ നാട്ടിൽ കേട്ടോ? ഒരു സ്ഥലത്ത് നിങ്ങൾ കേട്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടോ? ദാരിദ്ര്യത്തേക്ക് താഴെയുള്ള ആരെങ്കിലും ഒരു വാർത്ത നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ വായിക്കുന്നുണ്ടോ? ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒറ്റ സിറ്റിയായി സംസ്ഥാനം മാറി. എങ്ങനെയാണ്? നിങ്ങൾ റോഡിൻ്റെ 2 സൈഡിലും നോക്കിക്കോളൂ, വലിയ രീതിയിലുള്ള ട്രേഡിങ് നടക്കുന്നു. 30,000 കോടി ഉണ്ടായിരുന്ന എക്സ്പോർട്ട് 90,000 കോടിയിലേക്ക് മാറി ഒരു വർഷം. 90,000 കോടിയാണ് കേരളത്തിൻ്റെ എക്സ്പോർട്ട് വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത്രയും അധികം, അതുപോലെ തനത് വരുമാനം മാറിയില്ലേ? ടാക്സിൻ്റെ പിരിവ്, GSTയിൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ പിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം മാറിയില്ലേ? അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് കണ്ടിട്ടുണ്ട്.